പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക കത്തെഴുത്തു ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. എന്ന് സ്വന്തം സ്വീക്കു. പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിക്ക്, മോൾക്ക് സുഖമെന്ന് കരുതുന്നു. ഇവിടെ പുതിയ കോളേജ് അന്തരീക്ഷവുമായി ഇണങ്ങി വരുന്നു. അതിവിശാലമായ ഒരു കോളേജ്, കളിസ്ഥലവും വലിയ ലൈബ്രറിയും ലബോറട്ടറിയും ഇവിടെയുണ്ട്. സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ പഠിച്ചത്. ഇവിടുത്തെ കൂട്ടുകാർ എല്ലാവരും നല്ലവരാണ്. ഭക്ഷണവും താമസവും അടിപൊളി. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന ദുഃഖം മാത്രമേ ഉള്ളൂ. അടുത്ത അവധിക്ക് ഇവിടെ മാത്രം കിട്ടുന്ന പ്രത്യേകതരം പഴങ്ങളും വിത്തുകളുമായി ഞാൻ ഓടിയെത്താം. ഒത്തിരി സ്നേഹത്തോടെ, സ്വന്തം ജ്യേഷ്ഠൻ സ്വീക്കു. അക്കരക്കാട്ടിലെ സർവകലാശാലയിൽ പഠനത്തിന് പോയ സ്വീക്കു അണ്ണാൻ കുഞ്ഞനുജത്തിക്ക് അയച്ച കത്തു വായിച്ച് അവൾ അന്തം വിട്ടു. മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും കത്തു വായിച്ച് പൊട്ടിച്ചിരിച്ചു. കോളേജിലെത്തിയപ്പോഴേക്കും അവൻ്റെ ഭാഷയ്ക്ക് കടുപ്പം വന്നിരിക്കുന്നു. സാങ്കേതിക പദങ്ങളും ശൈലികളും ഉൾപ്പെടുത്തിയ കത്ത് കൊള്ളാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിലും കഠിന പദങ്ങൾ ഉപയോഗിച്ചുള്ള കത്ത് അവൾക്ക് കിട്ടി. കോളേജിലെ പഠനത്തെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചും വിശദമായി എഴുതിയ കത്ത്. അവൾ മൂങ്ങയമ്മാവനെ കൊണ്ട് ഒരു മറുപടി എഴുതിച്ചു. സ്നേഹം നിറഞ്ഞ ചേട്ടാ, ചേട്ടൻ്റെ കത്ത് വായിച്ച് ഞങ്ങളെല്ലാം അന്തം വിട്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹവും സന്തോഷവും പരസ്പരം പങ്കുവയ്ക്കാനുള്ള കത്തുകളിൽ എന്തിനാണ് ഇത്ര ആലങ്കാരിക ഭാഷ? ആർക്കും മനസ്സിലാവാത്ത സാങ്കേതിക പദങ്ങൾ കുത്തി നിറച്ച് എഴുതാതെ കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ എഴുതിക്കൂടെ? ഞാനിവിടെ ഓടിച്ചാടി കളിച്ചും പഴങ്ങളും വിത്തുകളും പെറുക്കിയും രസിക്കുന്നു. കൂട്ടുകാർ പലപ്പോഴും വരുമ്പോൾ ചേട്ടനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. കാണാൻ കൊതിയോടെ, സ്വന്തം സ്വീറ്റി. കത്ത് കിട്ടിയ ജ്യേഷ്ഠൻ അത് പലവട്ടം വായിച്ചു. കത്തിൽ ചുംബനങ്ങൾ നൽകി. എന്നിട്ട് മറുപടി എഴുതി. പൊന്നുമോളെ, കുഞ്ഞുവാവേ, നീ എഴുതിയ കത്ത് വായിച്ചപ്പോഴാണ് എൻ്റെ മണ്ടത്തരം ഓർമ്മ വന്നത്. ഔദ്യോഗികമായുള്ള കത്തുകൾ മാത്രം എഴുതി ശീലിച്ച എനിക്ക് നിന്നെപ്പോലെ ലളിതമായി എഴുതാനുള്ള പരിചയമില്ലായിരുന്നു. ഏട്ടന് ഇവിടെ സുഖമാണ്. പഠിക്കാൻ ധാരാളമുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് പഠിക്കുമ്പോൾ വിരസത തോന്നാറില്ല. വഴിയിലെ കാഴ്ചകൾ കണ്ട് നടക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞുവാവകളെ കാണുമ്പോൾ എനിക്ക് നിന്നെയാണ് ഓർമ്മ വരാറ്. ഞാൻ ഇനിയും ധാരാളം കത്തുകൾ എഴുതാം. കൂടുതൽ ലളിതമായ ഭാഷയിൽ, സ്നേഹത്തോടെ. നീ മറുപടി എഴുതാൻ മറക്കല്ലേ. 1000 ഉമ്മകളോടെ, നിന്റെ സ്വന്തം കുഞ്ഞേട്ടൻ. കത്ത് ലഭിച്ചപ്പോൾ അനിയത്തിക്ക് വലിയ സന്തോഷമായി. അവൾ ആവേശത്തോടെ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. കത്ത് കണ്ടപ്പോൾ മൂങ്ങയമ്മാവൻ പറഞ്ഞു, സൗഹൃദവും സ്നേഹവും നിറഞ്ഞ കത്തുകൾ ഇങ്ങനെയായിരിക്കണം. പ്രിയമുള്ളവർ തമ്മിൽ സ്നേഹ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അതിൽ ഔപചാരികത പാടില്ല. മനസ്സിൽ നിറയുന്ന സ്നേഹം ആ വരികളിൽ ഉണ്ടാവണം. വേഗം നീ ചേട്ടന് സ്നേഹത്തോടെ മറുപടി എഴുതിക്കോ. അത് കേട്ട് അവൾ സന്തോഷത്തോടെ മറുപടി കത്ത് തയ്യാറാക്കുന്നത് അച്ഛനും അമ്മയും നോക്കി നിന്നു.